ഇത് നമ്മുടെ ഉൾഗ്രാമങ്ങളിലൊക്കെ ഉണ്ടാകുന്ന സൈസ് കായ കേട്ടോ. ഇത് ഈ കായ ഉണ്ടാകുന്ന മരമാണ് കേട്ടത്. നമ്മുടെ നാട്ടിൽ പറയുന്ന പേര്, ഇതിന് പറയുന്ന പേര് സോപ്പും കായ എന്നാട്ടോ. പല പല നാട്ടിലും പല പല പേരാണ് പറയുന്നത്. എന്തെങ്കിലും അറിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. ഇത് നമ്മളങ്ങനെ എടുത്ത് നമ്മൾ കുറച്ച് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്തുകൊണ്ട് അതിൻ്റെ പശയൊക്കെ ഇളകി പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് കിട്ടിയതായിട്ടെന്നും പറഞ്ഞ് നമ്മൾ അങ്ങനെ കുറച്ച് നമുക്ക് കയ്യിലെടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും നമ്മൾ എടുത്തുകൊണ്ട് ഒരു ബക്കറ്റിൽ കൊണ്ടിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നമ്മൾക്ക് വേണ്ട, നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ കുറച്ചൊക്കെ പതഞ്ഞ് വന്നു കേട്ടോ. പത പോകാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. മഴ പെയ്തുകൊണ്ട് കുറേ അങ്ങനെ പോയി കിട്ടി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും നമ്മൾ കിട്ടിയതായിട്ടെന്നും പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും കൈവച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇളക്കി കൊടുത്ത് ഏകദേശം പതയൊക്കെ നമുക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് വന്നിട്ടില്ല. എന്തെങ്കിലും നമുക്ക് പതയാകുന്നവരും വരെ നമ്മൾ ഇളക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് പതയൊക്കെ ആയി എന്തെങ്കിലും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇളക്കിയൊക്കെ കൊടുത്തത് പതയൊക്കെ ഏകദേശം ആയിട്ടുണ്ടോ. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ നന്നായിട്ടും പതപ്പിച്ച് എടുത്ത് നോക്കി. ഇപ്പം ഏകദേശം നേരത്തെ കഴിഞ്ഞ് കുറച്ചും കൂടെ പതയായിട്ടോ. അങ്ങനെ നമ്മുടെ പതയൊക്കെ ഏകദേശം ആയത് ഇപ്പം ഇത്രയും പതയായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ഡ്രസ്സോ നമ്മുടെ ഡ്രസ്സ് തുണികളൊക്കെ എന്തെങ്കിലും മുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറോ അരമണിക്കൂറൊക്കെ നമുക്ക് മുക്കിയിട്ട് നമുക്കിത് വാഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.